ഗൈസ് എല്ലാവർക്കും വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഒപ്പം നിന്നുള്ളൊരു കാറാണ്. ആ കാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാർ ഒരു മല കയറിയിട്ടുണ്ട്. നോർമൽ ഒരു മലയല്ല, ജസ്റ്റ് ആൾക്കാർക്ക് കയറാൻ പറ്റാത്ത ഒരു മലയാണ് ആ കാർ കയറിയിരിക്കുന്നത്. അപ്പൊ ആ കാർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ Harrier.ev. നമുക്കിതിന്റെ 2 ടൈപ്സ് വേരിയൻസ് ആണ് വന്നത്. 2 വീലും 4 വീൽ ഡ്രൈവും. അതിനെ കോട്ട് വീൽ ഡ്രൈവ് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. 4QWD. പിന്നെ ഇതിന്റെ ബാറ്ററി പാക്ക് വേരിയന്റ് വരുമ്പോൾ 65ഉം 75ഉം കിലോ വാട്ട്സ് ആണ് ബാറ്ററി പാക്കും വരുന്നത്. 2 വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ നോർമൽ സാധാരണ കാർ പോലെ തന്നെ. 4 വീൽ എന്ന് പറയുമ്പോൾ 4 വീലിലും 2 മോട്ടറും ഇതുണ്ടാവും. ഫ്രണ്ടിലും മോട്ടറുണ്ട്, ബാക്കിലും മോട്ടറുണ്ട്. അതാണ് ജസ്റ്റ് 4 വീൽ ഡ്രൈവും 2 വീൽ ഡ്രൈവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അതെ, ഇതാണ് നമ്മുടെ കാർ Harrier.ev. ഇതാ ആനക്കുട്ടി, ഞാൻ അങ്ങനെ പറയാറ്. നോക്കിയേ എന്നാ വലിപ്പമെന്ന്. അപ്പൊ നമ്മ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ IC എഞ്ചിൻ ആകുമ്പോൾ നമുക്ക് ഇവിടെ എയർ ഇൻടേക്കിന് വേണ്ടി ഗ്രില്ല് കാര്യങ്ങളുണ്ടാവും. പക്ഷേ EV-ല് ഇത് ക്ലോസ്ഡ് ആണ്. ആകെ അടിയിലാണ് ഗ്രില്ല് കാര്യങ്ങൾ വന്നത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ക്യാമറ വന്നത്. ക്യാമറ ഫ്രണ്ട് ക്യാം ഇവിടെയാണ് വന്നത്. ലോഗോ ഇലുമിനോ ലോഗോ ആണ്. ജസ്റ്റ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോഗോ കീപ്സ് ഗുഡ് ആൻഡ് ബെറ്റർ. പിന്നെ നമ്മുടെ ഇതൊരു DRL, ഫുൾ LED DRL-ആണ്. ഫുൾ എൻഡ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സും ലെഫ്റ്റും റൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ഇൻബിൽഡ് അതിൽ തന്നെയാണ് വന്നത്. ആ DRL നമുക്ക് ജസ്റ്റ് കുറച്ച് നീക്കിയിട്ട് വെട്ടമില്ലാത്തടത്തിട്ട് ലൈറ്റും കാര്യങ്ങളും നമുക്ക് ഓൺ ചെയ്യാം. പിന്നെ ഹെഡ് ലൈറ്റ്, അതിൻ്റെ താഴെ നമ്മുടെ പ്രൊജക്ടർ 2 സൈഡിലും. അതാണ് നമ്മുടെ ഫ്രണ്ട് വശത്ത് നോക്കുമ്പോഴുള്ള ഡിഫറൻസ് കാര്യങ്ങൾ. 19 ഇഞ്ച് എയറോ ഡിസൈൻ അലോയാണ് വന്നേക്കണത് അത്. പിന്നെ നമ്മുടെ സൈഡ് വ്യൂ മിറർ, അതിൻ്റെ അകത്തും ഇതേ ഒരു ക്യാമറ വന്നിട്ടുണ്ട്. സൈഡ് ക്യാം വന്നിട്ടുണ്ട്. നമ്മുടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ റൈറ്റ് സൈഡ് വ്യൂ കിട്ടാനായിട്ടുള്ള ക്യാമറയാണ് അത്. അതുകൂടാതെ പിന്നെ നമുക്ക് ഡോർ സൈഡ് വരുമ്പോൾ ഫിംഗർ പ്രിന്റ്, NFC കാർഡ് ഇവിടെ തന്നെ വരും. പിന്നെ നമുക്ക് ഒരു കീ ഫോബ് ഉണ്ട്, അത് വെച്ച് ലോക്ക് ചെയ്യാനും പറ്റും. NFC കാർഡ് ഇവിടെയും വരും. പിന്നെ നോർമൽ കാറിന് തന്നെ ഒരു കീയും. ഇതാണ് നമ്മളെ NFC കാർഡ് വരുന്നത്. NFC കാർഡ് ജസ്റ്റ് ഇവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വണ്ടി ലോക്കാവും അൺലോക്ക് ആവും. അതാണ് നമ്മുടെ NFC കാർഡ്. പിന്നെ ഇതാണ് നമ്മുടെ വേറൊരു കീ ഫോബായിട്ട് തന്നെ കീ ഇതാണ്. പിന്നെ നോർമൽ കീ കാറിനൊക്കെ വന്ന ടൈപ്പ്. നമുക്കിത് ബാക്കിലും 19 ഇഞ്ച് അലോയ് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് എയറോ ഡിസൈൻ. ടയർ സൈസ് വന്നത് 245, 55, R19 തന്നെയാണ് നമുക്ക് ബാക്കിലും ടയർ സൈസ് വന്നിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ നമ്മളെ ഫ്യൂവൽ ലെഡ്. ഇതാണ് നമ്മളെ നോർമൽ IC കാറിനാണെന്നുണ്ടെങ്കിലും ഇലക്ട്രിക് കാറിനാണെന്നുണ്ടെങ്കിലും ഫ്യൂവൽ ലെഡ് വന്നത്. ഇത് രണ്ടും ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഫാസ്റ്റ് ചാർജിങ്. ഇവിടെ നോർമൽ ചാർജിങ്, രണ്ടും കൂടിയും വരുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് വരും നമുക്ക്. നമ്മളെ നേരെ ബാക്ക് സൈഡിലോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ടാറ്റയുടെ ഒരു ലോഗോ, അതിൻ്റെ താഴെ Harrier.ev ബാഡ്ജിങ്. പിന്നെ നമ്മുടെ ബാക്ക് വൈപ്പർ, ബ്രേക്ക് ലൈറ്റ് സംഭവം അത്യാവശ്യം വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വലുതായിട്ട് കൊടുക്കേണ്ട കാര്യം, കാരണം സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും ബ്രേക്ക് ചവിട്ടി ആയിരിക്കും പോകുന്നത്. അപ്പോൾ അതൊക്കെ വലുതായി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്, ഇതും ഫുള്ളി LED ആണ്. ഫുള്ള് ബാക്ക് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, റൈറ്റ് ഇൻഡിക്കേറ്റർ. ബാക്കിലെ നമുക്ക് അത്രയും പറയാനുള്ളൂ. പിന്നെ ബാക്ക് ക്യാമും, പിന്നെ നമ്മുടെ റിവേഴ്സ് സെൻസേഴ്സ്. വേണ്ട, നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ ഉള്ള ഒബ്ജക്ട്സിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന സെൻസേഴ്സ് കാര്യങ്ങൾ ബാക്കില. പിന്നെ നമുക്ക് നേരത്തെ ബൂട്ട് സ്പേസ് അങ്ങോട്ട് തുറക്കാം. നമ്മുടെ ഓട്ടോമാറ്റിക് ബൂട്ട് സ്പേസ്, ഓട്ടോമാറ്റിക് ഡിക്കി തുറന്നു. അത്യാവശ്യം നല്ല ലാവിഷ് ഒരു ഫാമിലിക്ക് കൊണ്ടുപോകാവുന്ന കൂടുതൽ സാധനം നമുക്ക് കൊണ്ടുപോകാം ഈ ഡിക്കിക്ക്. അത് നോക്കിയേ, എന്താ വലിയൊരു ഡിക്കി, ഇത്രയും വലിയ വണ്ടിക്ക് ഇത്രയും നല്ല ഡിക്കി. പിന്നെ നമ്മുടെ സ്റ്റെപ്പിനി ടയറിന്റെ കാര്യം മാത്രം ഒരു ചെറിയൊരു ടയറായിപ്പോയി ഇത്. കാരണം വണ്ടിക്ക് ഇട്ട് കഴിയുമ്പോൾ പിന്നെ എപ്പോഴും ഇടാനല്ലോ, നമ്മൾ പഞ്ചറാകുമ്പോൾ മാത്രം ഇടാനല്ലേ ഈ ടയർ യൂസ് ചെയ്യുന്നത്. ഭയങ്കര ചെറിയ ടയറാണ്. നമ്മ അടുത്തുള്ള കടകൾ അല്ലെന്നുണ്ടെങ്കിൽ ഷോറൂം എവിടെയാണെന്ന് വെച്ചാൽ എത്താനായിട്ടുള്ള ആവശ്യത്തിനുള്ള ഒരു ടയർ. പിന്നെ ഒരു ഫീച്ചർ, ഈ സ്വിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വണ്ടി ചാർജ് ചെയ്യുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് എന്തെങ്കിലും കണക്ഷൻ എടുക്കണം, മീൻസ് ഒരു 12 വോൾട്ട് എന്തെങ്കിലും സപ്ലൈ, എന്തെങ്കിലും ലൈറ്റാ സ്പീക്കർ എന്തെങ്കിലും ചാർജ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാനായിട്ടുള്ള ഒരു പവർ റിട്ടേൺ പുറത്തോട്ട് കൊടുക്കാനുള്ള സ്വിച്ചിൻ്റെയാണ് അത്.
ഡിക്കിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇലക്ട്രിക്കൽ ഡിക്കിയാണ്. നമുക്ക് ക്ലോസ് ചെയ്യാനും ജസ്റ്റ് ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അടഞ്ഞു പോകും. അത്രേ ഉള്ളൂ ബാക്ക് സൈഡിൽ. പിന്നെ നമ്മൾ പറയാൻ മറന്ന ഒരു കാര്യമാണ് ഷോക്ക്. മൾട്ടി ലിങ്ക് ഷോക്കാണ്. നമുക്ക് നല്ല സുഖമായിരിക്കും വണ്ടി ഓടിക്കാനായിട്ട്. കാരണം ഈക്വലി ഫ്രീക്വൻസി ആയിരിക്കും, വണ്ടി ബാലൻസ് ആയിരിക്കും. നമ്മളിപ്പോൾ അലൈൻമെന്റ് കാര്യങ്ങൾ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിൽ മാത്രമാണ് സാധാരണ കാറുകൾക്കൊക്കെ അലൈൻമെന്റ്. ഇത് 4 വീൽ ഡ്രൈവ് ആയതിൻ്റെ പേരിൽ 4 വീലും അലൈൻമെന്റ് കാര്യങ്ങൾ വരും. കാരണം 4 മൾട്ടി ലിങ്ക് ആണ്. നേരെ കണ്ട നമ്മുടെ ഷോക്ക്, അതിൻ്റെ ഫ്രണ്ടിലാണ് ബാറ്ററി പാക്ക് കാര്യങ്ങൾ വരുന്നത്. അതിൻ്റെ ഇവിടെ 3-in-1 കോംബോ മീൻസ് നമ്മുടെ ബ്രെയിൻ, ഇവിടെ ബ്രെയിൻ, അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ജീവൻ, നമ്മുടെ സ്റ്റൊമക്ക്, ബാറ്ററി പാക്ക്, അതിൻ്റെ ഇവിടെ ബ്രെയിൻ, ബാക്ക് ഷോക്ക് കണ്ട എല്ലാം നമ്മൾ അലൈൻമെന്റ് ചെയ്യുമ്പോൾ ഇവിടെ ഫ്രണ്ട് 2 ബാക്ക് 2 അലൈൻമെന്റ് ചെയ്യണം, ഫ്രണ്ടും 2 അലൈൻമെന്റ് ചെയ്യണം. അങ്ങനെ 4 അലൈൻമെന്റ് പൊസിഷനും കാര്യങ്ങളും ഉണ്ട് ഇതിന്. നമ്മൾ പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ .tv ഒരു ലോഗോ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നേരെ അങ്ങനെ തന്നെ ബാക്ക് സൈഡിലോട്ടേക്ക് വരുമ്പോൾ ഈ വണ്ടി 4 വീൽ ഡ്രൈവാണ്. അതാണ് QWD, കോഡ് വീൽ ഡ്രൈവ്. അത് ഡ്യുവൽ മോട്ടറും, ഫ്രണ്ടിലും ബാക്കിലും മോട്ടർ കാര്യങ്ങളുണ്ട്. പിന്നെ നേരെ ബാക്കിലോട്ട് ലൈറ്റിങ്ങിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും കണ്ട ആ ഫുള്ളൊരു ലൈനിൽ അങ്ങോട്ട് കത്തി. പിന്നെ നമ്പർ പ്ലേറ്റ് ലൈറ്റിങ് കാര്യങ്ങൾ 2 ഉണ്ട്. നാളെ സൈഡിൽ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ലോഗോ ഉണ്ടായി. അത് നേരത്തെ നമ്മൾ പറയാൻ മറന്നുപോയി. ഒരു .tv ലോഗോ, പിന്നെ നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് ചവിട്ടി കയറാനായിട്ട് നല്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി പാക്ക് അടിയിൽ ഫ്ലാറ്റ് ആണ്. അതിൻ്റെ പേരിലാണ് നമുക്ക് അത് വന്നേക്കുന്നത്. പണ്ടത്തെ വണ്ടികളെ പോലെ എൻജിൻ ബേ തുറന്ന് കാര്യങ്ങളൊന്നും അല്ല കിടക്കണം, ഫുള്ള് അടച്ചാണ് കിടക്കുന്നത്. കണ്ടാതെ കൂളന്റ്, മോട്ടറിലെ കൂളന്റും ബാറ്ററിയിലെ കൂളന്റിൻ്റെ ഇതും, പിന്നെ നമ്മുടെ വിൻഷീൽഡിന്റെ വാട്ടർ ഒഴിക്കണതും, അത്ര കാര്യങ്ങളാണ് ഫ്രണ്ടിൽ നമുക്ക് തുറക്കുമ്പോൾ കാണാൻ പറ്റുള്ളൂ. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സാധനം ഒരു കമ്പി എടുത്ത് കുത്തി വെക്കുന്നത്. അത് ചാറ്റയ്ക്ക് മാറ്റി വെച്ചും ഹൈഡ്രോളിക് ആക്കായിരുന്നു. 2 ബാക്കിലെ ഡിക്കി ഷോക്ക് വന്ന പോലെ 2 ഷോക്ക് കൊടുത്താൽ മതിയായിരുന്നു അവിടെ. അത് കൊടുത്തിരുന്നെങ്കിൽ അതൊരു ഫീച്ചർ ആയിരുന്നേനെ. ചിലപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും വണ്ടിയിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, ചാർജറാ, എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള മാക്സിമം ഒരു 17 കിലോന്റെ സാധനം നമുക്ക് ഇവിടെ കൊണ്ടുപോകാം. എന്തെങ്കിലും 5 കിലോന്റെ അരിയാ, പഞ്ചസാര, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ, 1 കിലോ പഞ്ചസാര, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അകത്ത് വെക്കാൻ വെക്കാൻ സ്ഥലമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, ജസ്റ്റ് ഇതിനൊരു കൂളിങ്ങിന്റെ സംഭവം കൂടി കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബിയറാ എന്തെങ്കിലും കുപ്പിയൊക്കെ മേടിച്ച് ഫ്രണ്ടിൽ വെച്ച് നല്ല ചില്ലായിട്ട് വെക്കാം. അത്യാവശ്യം കൊണ്ടുപോകാനും കുപ്പി കാര്യങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അത്രേ ഉള്ളൂ ഇതില് ഫ്രണ്ടില്. ഇതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങൾ കുറച്ച് പറയാം. ഇതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങൾ പറയുമ്പോൾ, ഇൻ കേസ് എങ്ങാനും മഴ പെയ്യുമ്പോൾ ഇവിടെ ഓട്ടോ ഡിറ്റക്ട് ചെയ്ത് നമ്മുടെ വൈസർ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. അഡാസ് ലെവൽ 2 ആണ്. വണ്ടി ക്രാഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇതാവും. പിന്നെ ഫ്രണ്ടിൽ ബാക്കിൽ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ബ്രേക്ക് കാര്യങ്ങളുള്ള വണ്ടിയാണ്. ഇൻ കേസ് പെട്ടെന്ന് ഫ്രണ്ടിൽ വണ്ടി ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ലൈറ്റ്, റെഡ് ലൈറ്റ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ബ്രേക്ക് ചവിട്ടാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി നിൽക്കും. നമ്മൾ വിചാരിക്കുക പോലും ഇത് നിൽക്കും, അവിടെ നിന്ന് പോകും വണ്ടി. അപ്പൊ ബാക്കിൽ വന്നവര് കാര്യങ്ങളൊക്കെ അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഈ വണ്ടി ഇങ്ങനത്തെ പുതിയ വലിയ SUVs കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. അപ്പൊ ഡ്രൈവർ സൈഡ് ഡോറ് തുറന്ന് കയറി കഴിയുമ്പോൾ തന്നെ സീറ്റ്, നമുക്ക് ഇതിൽ 3 പേരുടെ സീറ്റ് മെമ്മറി ചെയ്ത് വെക്കാൻ പറ്റും. 3 സീറ്റിംഗ് പൊസിഷൻ. അതല്ലാതെ നമുക്ക് മൂവ്മെന്റ്, ഫ്രണ്ട് ബാക്ക് മൂവ്മെന്റ്, ബാക്ക് സൈഡ് നമ്മുടെ ബാക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും, പിന്നെ സീറ്റ് വെന്റിലേഷൻ, 3 മോഡ് വെന്റിലേഷൻ ഉണ്ട് സീറ്റിൽ. നമുക്ക് ഇവിടെ ചൂടും തണുപ്പും നമ്മൾ AC അഡ്ജസ്റ്റ് ചെയ്യണ പോലെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ആവും. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീൽ കയറി കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീൽ വരുമ്പോൾ അടിയിൽ ജസ്റ്റ് ഫ്ലാറ്റനായിട്ടും നല്ല ഭംഗിയിലും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കൺട്രോൾ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം ഒരു സ്റ്റിയറിംഗ് വീൽ. പിന്നെ ഒരു 10.25 ഇഞ്ചിന്റെ ഒരു ക്ലസ്റ്റർ. നമ്മുടെ മറ്റേ കർവ് പോലെ ഫുള്ളല്ല, ജസ്റ്റ് അവിടെ ഒരു പീസ് ഇവിടെ ഒരു പീസ്, നമുക്ക് അങ്ങോട്ട് പിന്നീട് പോവാം. അപ്പൊ നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഓൺ ചെയ്യാം. അതെ, NFC കാർഡ്, ബ്രേക്ക് ചവിട്ടി സ്റ്റാർട്ട് ബട്ടൺ ഞെക്കി.
നാളെ വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടാറ്റ .tv ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ ഓണായി. വണ്ടി നമ്മുടെ ടാറ്റ യു സ്റ്റോർ ശ്രീകോവിലത്തിൻ്റെയാണ്. 6448 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കാര്യങ്ങൾ. പിന്നെ നമ്മളത് മ്യൂസിക് സിസ്റ്റം എന്താ പറയുക, ആൻഡ്രോയിഡ് വരുമ്പോഴത്തേക്കും ഒരു 15 ഇഞ്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല കണ്ടമാന ഐറ്റംസ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, പിന്നെ ആമസോൺ അലക്സ, AQI, അങ്ങനത്തെ അത്യാവശ്യം നല്ല കുറേ കാര്യങ്ങൾ, ഓട്ടോ പാർക്ക് അസിസ്റ്റ്, കസ്റ്റം ടെറൈൻ മോഡ് കാര്യങ്ങൾ, നമുക്ക് 5-6 മോഡ് ടൈപ്പ് കാര്യങ്ങളുണ്ട്. പിന്നെ മെയിൻ ഐറ്റം ഡോൾബി അറ്റ്മോസ്. എന്താ സാധനം എന്നറിയും, എറൗണ്ട് JBLന്റെ 10 സ്പീക്കർ വണ്ടിക്ക് അകത്ത് കൊടുത്തിട്ടുണ്ട്. 10 സ്പീക്കർ. ഞങ്ങളുടെ ഡോൾബി അറ്റ്മോസിന്റെ അമേസ്, ലീഫ്, അങ്ങനത്തെ അത്യാവശ്യം നല്ല നല്ല ഫീച്ചേഴ്സ് ആണ്. നേച്ചർ ഫർ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് വരുമ്പോ EV, ഇമേജ് വ്യൂ, JBL സ്പീക്കറിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്പീക്കർ ട്യൂൺ സെറ്റ് ചെയ്യാനും കാര്യങ്ങളും, മീഡിയ, ലൈറ്റ് മോഡ് കാര്യങ്ങൾ, നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ നമ്മുടെ റേഡിയോ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ സെറ്റിങ്സ്, ഷെയർ മൈ ലൊക്കേഷൻ, സൈലന്റ് മോഡ്, സറൗണ്ട് വ്യൂ നമ്മൾ അങ്ങോട്ട് കൊടുത്തു. കണ്ട വണ്ടിയുടെ ഫ്രണ്ട് വശം വലുതായിട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് എല്ലാ സൈഡിലുള്ള ക്യാമറാസ് 3D ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നല്ല 3D ആയിട്ട് കിടക്കുന്നു. കണ്ട സൈഡിൽ പാർക്ക് ചെയ്തിട്ടേക്കണം, നല്ല 3D ആയിട്ട് എല്ലാ ക്യാമറ. റൈറ്റ് സൈഡ് ബാക്ക് ക്യാം, റിവേഴ്സ്, ലെഫ്റ്റ് സൈഡ് ബാക്ക്, ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് ഫ്രണ്ട്, പിന്നെ ഫ്രണ്ട് സൈഡ്. കണ്ട 360 ക്യാമറ. പിന്നെ ടാറ്റ അസിസ്റ്റ്, വീഡിയോ പ്ലേ, വോയിസ് അസിസ്റ്റന്റ്, പിന്നെ വാട്ട് 3 വേർഡ്സ്. പിന്നെ വണ്ടിക്കകത്ത് തന്നെ സേഫ്റ്റി ഐറ്റംസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് വരുന്നത് ഈ നമ്മുടെ ബാക്ക് വ്യൂ മിറർ വണ്ടിക്കകത്ത് തന്നെ, അതിൻ്റെ അകത്ത് തന്നെയാണ് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. മീൻസ് നമ്മൾ വേറൊരു ഡാഷ് ക്യാം നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റേണ്ട കാര്യമില്ല, ഇതിന്മേൽ തന്നെ റെക്കോർഡിങ് ആവുന്നത്. കണ്ട നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം റെക്കോർഡിങ്. കണ്ടതേ റെക്കോർഡിങ് റിയർ, നമുക്ക് കണ്ടതേ നമുക്കിത് റെക്കോർഡിങ് ആണ് റിയറിൽ. പിന്നെ നമുക്ക് ഇവിടെ ഈ വണ്ടിയുടെ കാര്യത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ കുറേ സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങൾ പറയണം. കാരണം ഇപ്പൊ കൂടുതൽ ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തെളിവില്ലാതെ പോകരുത്. അപ്പൊ മെയിൻ ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് ടാറ്റ കൊടുത്തേക്കുന്ന ഒരു ഡാഷ് ക്യാം, അത് വിത്ത് നമ്മുടെ ബാക്ക് വ്യൂ മിററിൻ്റെ അകത്ത് ആണ് അത് കൊടുത്തേക്കുന്നത്. നമ്മൾ വേറൊരു ഡാഷ് ക്യാം കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇൻബിൽഡ് ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം, ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്തിടാം, കുഴപ്പമില്ല. പിന്നെ നമുക്ക് വ്യൂസ് മാറ്റാൻ പറ്റും. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് ഇതിപ്പോൾ ഫ്രണ്ട് വ്യൂ ആയി. പിന്നെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടിയായി, ബാക്കും ഫ്രണ്ടും കൂടിയും ഒരുമിച്ച്. അങ്ങനെ ആ കാര്യങ്ങൾ ഓക്കെ. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റെക്കോർഡിങ് ഓട്ടോമാറ്റിക്കലി ഓൺ ആവും, റണ്ണിങ്ങിലും ഓൺ ആവും. നമുക്കത് വിഷയമുള്ള കാര്യമേ അല്ല. നമുക്ക് ഇൻ കേസ് വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനായിട്ട് പ്രൂഫായിട്ട് തന്നെ നമ്മുടെ വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് എയർ ബാഗ്. 10 എയർ ബാഗ് നമുക്ക് വന്നിട്ടുണ്ട്. ആ സൈഡിൽ 1, 2, ഇവിടെ 3, 4, അങ്ങനെ അത്യാവശ്യം നല്ല എയർ ബാഗ്, കുറേ എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. സീറ്റിന്റെ സൈഡ്സിലും എയർ ബാഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടത്തേക്ക് വരുമ്പോൾ ആകെ ആക്ഷൻ സ്വിച്ച് 2 നമ്മുടെ ടെമ്പറേച്ചർ കാര്യങ്ങൾ കൂട്ടാനും കുറയ്ക്കാനും, ഫാനിന്റെ സ്പീഡ് കാര്യങ്ങൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഇത് വരുന്നത്. പിന്നെ നമ്മുടെ ക്യാമറ സ്വിച്ച്, വണ്ടി ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാൻ, ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാൻ, ഹസാർഡ് ലൈറ്റുകൾ, നമ്മുടെ ചാർജിങ് ഗണ്ണ് ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാൻ ആണ് കാര്യങ്ങൾ. പിന്നെ AC വരുമ്പോൾ ഓട്ടോ, AC ഓൺ ഓഫ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ ഇവിടെ വരുന്നത്. സ്റ്റിയറിംഗ് വീലിൽ വരുന്നത്
വോളിയം കൺട്രോള്, പ്ലസ് മൈനസ്, ചാനൽ ചേഞ്ച്, പിന്നെ നമ്മുടെ കോള് എടുക്കാനും കട്ട് ചെയ്യാനും കാര്യങ്ങളുള്ള വോയിസ് അസിസ്റ്റ്. ഇപ്പുറത്തെ സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും വീൽ അലൈൻ അല്ല ട്രാക്ക് അലൈൻ, പിന്നെ നമ്മുടെ വ്യൂ മീറ്ററിലെ കാര്യങ്ങൾ, ഡ്രൈവ് അസിസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, TPMS മാറാനും കാര്യങ്ങൾ, ടയർ TPMS, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എനർജി അനാലിസിസ്, വണ്ടിയുടെ ചാർജിങ് നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ മീഡിയ നമുക്ക്, പിന്നെ നാവിഗേഷൻ, അത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ നമ്മുടെ ഗിയറിന്റെ കാര്യത്തോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി, ഇലക്ട്രിക്. അപ്പോൾ അതെ നമ്മൾ നൈസ് ഒരു നല്ല പിടിക്കാൻ സുഖമുള്ള ഒരു ഗിയർ നോബ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, എന്നാലും ഗിയർ നോബ് അവിടെ വന്നത്. റിവേഴ്സ്, ന്യൂട്രല്, ഡ്രൈവ്. ജസ്റ്റ് ബ്രേക്ക് ഔട്ടാ, ഗിയർ നേരെ ന്യൂട്രലായി നേരെ ബാക്കിലോട്ടേക്ക് ഇടാം. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു എടുത്തുകൊണ്ട് വേണ്ട, ഇത് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഗിയർ മൂവ് ആവുള്ളൂ. നേരെ ന്യൂട്രൽ നേരെ ബാക്കിലോട്ടേക്ക് വലിക്കുക, ഡ്രൈവ് ആവും. പിന്നെ അത് ഞെക്കി പിടിക്കുക, ഫ്രണ്ടിലോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സായി. അപ്പോൾ അതെ റിവേഴ്സ് ക്യാമറ ആക്റ്റീവ് ആയി, റിവേഴ്സും 360 ആക്റ്റീവ് ആയി. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, സ്റ്റാർട്ട് ആണെങ്കിൽ സ്റ്റോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുഷ് സ്റ്റാർട്ടാണത്. ബ്രേക്ക് ഔട്ടാ, സ്റ്റാർട്ട് ബട്ടൺ, വണ്ടി സ്റ്റാർട്ടായി. അത്രേ ഉള്ളൂ സ്റ്റാർട്ടിങ്ങിൽ. നമ്മളത് ഗിയർ സെലക്ടർ അല്ല, നമ്മുടെ ടെറൈൻസ് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വന്നത് നോർമല്, റോക്ക്, മഡ്, പിന്നെ സ്നോ, ഗ്രാസ്, സാൻഡ്, കസ്റ്റം, അങ്ങനെ 6 ടൈപ്പ് വരുന്നുണ്ട് നമുക്ക് ടെറൈൻസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. 6 4 വീൽ ഡ്രൈവിൽ മാത്രമാണ് ഈ ഇത്രയും കാര്യങ്ങൾ വരുന്നത്. പിന്നെ വന്നത് നമ്മുടെ ഈക്കോ മോഡ്, മീൻസ് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് ഓടിക്കാനായിട്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, ബൂസ്റ്റ് മോഡ്, പിന്നെ സ്പോർട്സ് മോഡ്, അങ്ങനെ 3 മോഡുകളും. പിന്നെ ലാസ്റ്റ് ഇവിടെ പാർക്ക് അസിസ്റ്റും വരുന്നുണ്ട്. അപ്പം അത്രയും നമ്മുടെ 3 ടൈപ്പ് മോഡുകൾ വരുന്നുണ്ട്. പിന്നെ 6 ടൈപ്പ് ടെറൈൻ മോഡ്സ് കാര്യങ്ങൾ, പിന്നെ പാർക്ക് അസിസ്റ്റ്. എവിടെയെങ്കിലും നമുക്ക് കയറാൻ പറ്റാത്തടത്തേക്ക് വണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പാർക്ക് അസിസ്റ്റ് ഞെക്കുക, അപ്പോഴത്തേക്കും ഇതാവും, ഡ്രൈവിലോട്ടേക്ക് ഇട്ടാൽ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വയർലെസ് ചാർജിങ്ങും, ഇവിടെ ഒരു USB-യും പിന്നെ 45 വാട്ടിൻ്റെ ഒരു ചാർജിങ്ങും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡാഷിന്റെ കാര്യം വരുമ്പോൾ അവിടെ എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗ് തന്നെ മീൻസ് അവിടെ ഒരു ഗ്രേ കളർ കാര്യം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വെച്ചും വൈറ്റും ആ ഗ്രേ തന്നെ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ടൊരു അത്യാവശ്യം പ്രീമിയം ഡിസൈൻ. പിന്നെ ഒരു ബ്ലാക്ക് കളറ്, അതുമേലെ ഒരു ക്രോം ഒരു ഡിസൈനും കൊടുത്തു. അതിൻ്റെ താഴെയും ഒരു ക്രീം. അത് ഇങ്ങനെ ആറ്റം മുതലേ ഇങ്ങനെ ഒരു നല്ലൊരു ഫ്ലോയിൽ വന്ന് ഇവിടെ ജസ്റ്റ് എൻഡ് ആവും. ഇത് നമ്മുടെ ഹാൻഡ് റെസ്റ്റ്, വണ്ടി ഓടിക്കുന്ന സമയത്ത് കൈയൊക്കെ മതിയാകുമ്പോൾ ഇങ്ങനെ വെക്കാനായിട്ടുള്ള കാര്യം. അപ്പൊ ഇത് മൂവബിൾ ആണ്. ഏത് ഹൈറ്റ് ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം, ഫ്രണ്ട് ബാക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് തുറന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ 12 വോട്ടിന്റെ ഒരു ചാർജിങ് സോക്കറ്റ്, കൂടാതെ നമ്മുടെ USB ചാർജിങ്ങും C ടൈപ്പ് ചാർജിങ്ങും. കൂടുതലും C ടൈപ്പ് ആയി, എല്ലാ മൊബൈലുകളും എന്താണെന്നുണ്ടെങ്കിൽ C ടൈപ്പിലോട്ടേക്കായി. പിന്നെ ഇത് നമ്മുടെ കൂളിംഗ് ഉള്ള ഇതാണ്. ജസ്റ്റ് എന്തെങ്കിലും നമ്മ തണുത്ത ഐറ്റംസ് എന്തെങ്കിലും മേടിച്ച് ഇതിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചിൽഡ് ആയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഒരു ഫീച്ചറും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കപ്പ് ഹോൾഡറിനകത്ത്. പിന്നെ അതെ ഇവിടെ അത്യാവശ്യം ഒരു വലിയൊരു കപ്പ്, ഇവിടെയും ചെറിയ കപ്പുകളാണെങ്കിൽ അങ്ങനെ 2 കപ്പ് വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നടുക്കൊരു കപ്പ് വെക്കാം. പിന്നെ നമ്മുടെ പാർക്ക് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്, അത് നമ്മൾ ഗിയറിൻ്റെ ഒപ്പം വരുന്ന കാര്യങ്ങളാണ്. വണ്ടി ഇപ്പം ഈ സ്വിച്ച് നേരെ താഴത്തോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ പാർക്കിൽ നിന്ന് മാറി ന്യൂട്രലോട്ട് പോയി. ഇത് നേരെ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നേരെ പാർക്കിലോട്ടേക്ക് വീണു. വേണ്ട ഓട്ടോ ഹോൾഡ് മീൻസ് നമ്മൾ എങ്ങാനും ഒരു കയറ്റത്ത് വെച്ച് കഴിഞ്ഞ് വണ്ടി നമുക്ക് എടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് റിവേഴ്സ് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓട്ടോ ഹോൾഡ് അങ്ങ് ഞെക്കുക, വണ്ടി ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിലോട്ട് കയറി അങ്ങോട്ട് പോയിക്കോളും. പിന്നെ പറയുമ്പോൾ നമ്മുടെ സൺറൂഫ് നല്ല അത്യാവശ്യം വലിയൊരു പാനോറാമിക് സൺറൂഫാണ്. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യാം. വേണ്ട ഓപ്പൺ ആയി പോയിക്കൊണ്ടേയിരിക്കണേ. അത്യാവശ്യം നല്ല വലിയൊരു പാനോറാമിക് സൺറൂഫ്, എന്താ ഭംഗി. തുറന്നൊക്കെ ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ കണ്ടാ നമുക്ക് ഇവിടെ സേഫിന് വേണ്ടി ഒരു മെഷ് നെറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മെഷ് നെറ്റ് കാര്യങ്ങൾ. നമ്മുടെ സൺറൂഫിന്റെ സ്വിച്ച് വന്നത് നേരെ ബാക്കോട്ടേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺറൂഫ് വന്ന് അടയും ഓട്ടോമാറ്റിക്കലി. കണ്ട
അടഞ്ഞു സൺറൂഫ് കാര്യം. പിന്നെ വേറൊരു സേഫ്റ്റി നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളുണ്ടായ SOS സേഫ്റ്റി, ഇതും അതുപോലെ തന്നെ ഒരു സംഭവമാണ്. ഇത് നമ്മുടെ സൺലൈറ്റിൻ്റെ ഷെയ്ഡ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. നാളെ പിടിച്ച് കയറാനും പിടിച്ചിരിക്കാനും കാര്യങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീറ്റ് കാര്യങ്ങൾ വരുമ്പോൾ ഒരു ക്രീം ആൻഡ് ഗ്രേ കളർ കാര്യം ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. 4 വിൻഡോസിൻ്റെ കൺട്രോൾ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോക്ക് വന്നത് ഒരു സിൽവർ കളർ ക്രോം ഫിനിഷ് സിൽവർ കളർ ലോക്ക്. 4 ലോക്കും ലോക്കായി അൺലോക്ക് ചെയ്യാം. ഡോർ ഓപ്പൺ. പിന്നെ നമ്മുടെ ORVMൻ്റെ അഡ്ജസ്റ്റിംഗ് മിറേഴ്സ് കാര്യങ്ങൾ റൈറ്റ് ഇട്ട് നമുക്ക് ഇപ്പൊ കണ്ട പെട്ടെന്നൊരു സ്കൂട്ടർ കയറി വന്നപ്പോൾ ഓട്ടോ ഡിറ്റക്ട് ചെയ്തത് അത് പോയി. ഓട്ടോ ഡിറ്റക്ട് ചെയ്ത് അത് കണ്ട അത് നമ്മുടെ ഇവിടെ മീറ്ററിലും കാണിച്ച് വണ്ടി പോയി. അങ്ങനെ ഒരു ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓട്ടോ ഡിറ്റക്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും വണ്ടി കയറി വന്നാലോ ബാക്കിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ എന്തെങ്കിലും വണ്ടി കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു കാര്യം ഈ വണ്ടിക്ക് ഉണ്ട്. പെട്ടെന്ന് വണ്ടി നിൽക്കും. കാരണം പുതിയ വണ്ടികൾ ഇങ്ങനത്തെ SUVs കാര്യങ്ങളൊക്കെ ആൾക്കാർ ഫ്രണ്ടിൽ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരൊന്ന് കെയർ ആയിട്ട് ഓടിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് ഫുള്ളി ഒരു എന്താണ് തൃശ്ശൂർ പൂരം പോലെ സാധനങ്ങൾ നിറച്ച് വെച്ചേക്കണേണ് ഇതിൻ്റെ അകത്ത്. ഫീച്ചേഴ്സ് നിറച്ച് വെച്ചേക്കണേ. ഇപ്പൊ ഒരു കാർ തന്നെയുണ്ട്, നമുക്ക് നോക്കാം. ആ സൈഡിൽ റൈറ്റ് സൈഡിൽ കൂടിയാണ് കാർ തന്നെ. ഡിറ്റക്ട് ചെയ്യണ്ടെന്ന് നോക്കിക്കോട്ടെ. കാറ് കണ്ട അത് ഡിറ്റക്ട് ചെയ്തില്ല, കാരണം അത് ഫ്രണ്ടിൽ നിന്നാണ് വന്നത്. കാരണം നമുക്ക് ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ആയേനെ. നമുക്ക് ബാക്കിൽ നിന്ന് എന്തെങ്കിലും വണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഓൺ ചെയ്യാം. ഇപ്പൊ ഒരു ബൈക്ക് തന്നെയുണ്ടേ, അത് ഡിറ്റക്ട് ആവുന്നുണ്ട്. കേട്ടോ, ഓട്ടോ ഡിറ്റക്ട്. ഈ സൈഡിൽ നിന്ന് ഇൻകമിങ് ട്രാഫിക് ഡിറ്റക്റ്റഡ്, ഡു നോട്ട് ഓപ്പൺ ദ ഡോർ തുറക്കരുത് എന്നുള്ള വാണിംഗ് ആണ്. കാരണം അതൊക്കെയാണ് ഫീച്ചേഴ്സ് കൊണ്ട് നിറച്ചേക്കണേണ്. നമ്മൾ തൃശ്ശൂർ പൂരത്തിന് പടക്കം നിറച്ചേക്കണ പോലെ കൊണ്ടവാന ഫീച്ചേഴ്സ്. അതുകൊണ്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വണ്ടി പാടാവും. കാരണം നമ്മളിപ്പോൾ ഫോണാണെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്ത് മേടിക്കുന്ന ഫോൺ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്ന ലൈൻ കാര്യങ്ങൾ വരുന്നുണ്ട്. കമ്പനി ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാറണ്ടി ഉള്ള വണ്ടി ആകുമ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ അതേപോലെ തന്നെ ഇതും സംഭവങ്ങൾ വാറണ്ടി ഉള്ള വണ്ടി ആകുമ്പോൾ ക്ലിയർ ആയി പോകും. കറക്റ്റ് സർവീസ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ വാറണ്ടി കാര്യങ്ങൾ ക്ലിയർ ആയി പോകും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുമ്പോൾ മാത്രമാണ് ഈ വണ്ടികൾക്ക് എന്തെങ്കിലും ഗ്ലിച്ച് കാര്യങ്ങൾ വരും, ചിലപ്പോൾ സ്റ്റാർട്ട് ആവാതെ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ. നമ്മുടെ ORVMൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വരുമ്പോഴേ റൈറ്റ് സൈഡിലോട്ടേക്ക് ഇട്ട് നമുക്ക് വേണ്ട രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. താഴെ മേള് സൈഡ് സൈഡുകൾ നേരെ ആക്കി നേരെ താഴത്തോട്ടേക്ക് ആക്കിയാൽ 2 ഗ്ലാസും ഫോൾഡായി. അതും ഫോൾഡായി, ഇതും ഫോൾഡായി. ഇതും വീണ്ടും താഴത്തോട്ടേക്ക് ആക്കിയാൽ ഓപ്പണായി. രണ്ടും ഓപ്പൺ കാര്യങ്ങളായി. പിന്നെ നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് തിരിച്ച് അവിടെ അഡ്ജസ്റ്റ് ആവണേ. റൈറ്റ് സൈഡിലോട്ട് തിരിക്കുമ്പോൾ അഡ്ജസ്റ്റ് ആയി. നമുക്ക് ഡ്രൈവറിൻ്റെ കണ്ടീഷന് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കൈമേ തന്നെ പറ്റും. പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പം, ഫീച്ചർ കൂടി. നമുക്ക് പണ്ടെന്ന് പറഞ്ഞാൽ ചില്ല് കത്തി കൈയിട്ട് പുറത്തേക്ക് കൂടിയൊക്കെ ചെയ്യണമായിരുന്നു. ബട്ട് ഇപ്പം അതൊക്കെ മാറി. നമ്മുടെ ഈ വണ്ടിയുടെ JBL സ്പീക്കർ നമ്മൾ അത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് അങ്ങ് ടെസ്റ്റ് ചെയ്യാം. മ്യൂട്ട് ബട്ടൺ ഞാൻ അൺമ്യൂട്ട് ചെയ്യണേന്ന്. കണ്ടാ എങ്ങനെയുണ്ട് JBL 10 സ്പീക്കർ. ഞാൻ ഇപ്പൊ ഒരു സ്കൂട്ടർ വന്നപ്പോഴാണ് ഞാൻ മ്യൂട്ട് ചെയ്താണ്. ജസ്റ്റ് ഒന്നും കൂടി കേടാ. JBL 10 സ്പീക്കർ നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് വണ്ടിക്കകത്ത്. എവിടെ ഇരുന്നാലും നല്ല ഇടിമുഴക്കവും കിട്ടും. നമുക്ക് സുഖമായിട്ട് കേൾക്കാം പാട്ട് കാര്യങ്ങൾ. നമ്മതേ ഫ്രണ്ടിലെ കാര്യങ്ങളൊക്കെ ഒരുവിധം തീരുമാനമാക്കി ബാക്കിലോട്ട് വന്നു. ബാക്കിലിതേ ഇരുന്ന് ഞാൻ അത്യാവശ്യം 5.9 ഫീറ്റ് 6 ഫീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, നോക്കിയിട്ടില്ല. ഇരുന്ന് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ കാല് വെക്കാതെ മുട്ടണ കാര്യങ്ങളൊന്നുമില്ല. തൈ സപ്പോർട്ട് ചെറിയ രീതിക്ക് ഒരു കുറവുണ്ട്, കാരണം ഹൈറ്റ് കൂടിയതിൻ്റെ പേരിലായിരിക്കും. കണ്ട തൈ സപ്പോർട്ട് കുറവുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറത്ത് സീറ്റിൽ വന്നതാണ് ഒരു ബൂസ്റ്റ് മോഡ് പോലത്തെ ഒരു സംഭവം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ അത് ഫോൾഡായി
നേരെ ഫ്രണ്ടിലോട്ടേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേനാ ആ 2 ബട്ടൺസിൽ നമുക്ക് ബാക്കിൽ ഇരുന്ന് തന്നെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ലെഗ് സ്പേസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഞാനിപ്പോ അതെ ആ സ്വിച്ച് ഞെക്കി നേരെ ബാക്കിലോട്ട് വന്നാണ്ട ഈ സാധനം ഈ ബാക്ക് സൈഡ് ഞെക്കി നേരെ അത് ചരിയുന്നു, ഫ്രണ്ടിലോട്ടേക്ക് അത് പൊക്കത്തോട്ട് പോകുന്നു, അത് താഴത്തേക്ക് നേരെ ഫ്രണ്ടിലോട്ട് പോയി. അത്യാവശ്യം ലെഗ് സ്പേസ് നോക്കി സുഖമായിട്ടൊരു ഫാമിലി ഒരു കൊച്ചു ഓടിക്കളിക്കാനുള്ള കാര്യങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ട സുഖമായിട്ട് ഇരിക്കാം. നമുക്ക് കൈയോടെ വെച്ച് നല്ല സുഖമായിട്ട് ഇരുന്ന് പോവാം. നാളെ വിൻഡോയുടെ സൈഡിലോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും കൂൾ ഫിലിം കാര്യങ്ങൾ ഒട്ടിക്കാനായിട്ടൊക്കെ ലീഗലി നമുക്ക് നിയമങ്ങൾ എല്ലാ ബുദ്ധിമുട്ടുകളുണ്ട്. ജസ്റ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കുന്ന സാധനം കണ്ട ജസ്റ്റ് എടുക്കുക തൂക്കുക ഒരു മറയായി. എങ്ങനെയുണ്ട്? അതൊരു നല്ലൊരു ഫീച്ചറാണ്. കാരണം സൺ ഫിലിം ഒട്ടിക്കണ്ട, നമുക്കിപ്പോ വിൻഡോ താത്തിയിട്ടാലും പൊടി കാര്യങ്ങൾ അടിച്ചു കയറുമോ എന്തെങ്കിലും പ്രാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്കൊരു ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ അത്രേ ഉള്ളൂ ഇൻബിൽഡ് ആയിട്ട് കമ്പനി തന്നേക്കാണ്. ലൈറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ഓഫ്, ഇത് വണ്ടിയുടെ ഡോറ് കാര്യങ്ങൾ തുറന്നാല് ഇത് ഓണ്. അതുപോലെ റീഡിങ് ലൈറ്റ് ലെഫ്റ്റ് സൈഡ് റീഡിങ് ലൈറ്റ് ഓഫ്, റൈറ്റ് സൈഡ് ഓൺ ഓഫ്. പിന്നെ നമ്മുടെ ഇവിടെ ബാക്ക് സൈഡിൽ LED ഉണ്ട്, അത് LED ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും കണ്ട ഒരു LED ലൈറ്റ് ഓഫ് ഓണ്. പിന്നെ നമ്മളത് വണ്ടിയുടെ ഹാൻഡിൽ റെസ്റ്റ് വിത്ത് 2 കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സുഖമായിട്ട് കൈയൊക്കെ വെച്ചിരിക്കാവുന്ന രീതിക്ക് ജസ്റ്റ് ഞാൻ ഇരുന്ന് വേണ്ട ഒരു കപ്പ് വെക്കണമെങ്കിൽ ഒരു കപ്പ കോള എന്തെങ്കിലും ഡ്രിങ്ക്സ് എന്തെങ്കിലും വെക്കാനായിട്ടുള്ള കാര്യങ്ങൾ അതടച്ചു വെച്ച് ഞാൻ വേണ്ട ഇവിടെ ഡോറിലും നമ്മുടെ JBL സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, താഴെയുമുണ്ട്. അവിടെ 2 2 4 ഫ്രണ്ടില് താഴെ 2 ഉണ്ട്, അവിടെ പൊക്കത്ത് ടൂട്ടർ 2 ഉണ്ട്. അപ്പൊ 4 4 8 ബാക്കിൽ 2 വരും, അങ്ങനെ 10. ഈ സൈഡിൽ നമുക്ക് വലിയൊരു വാട്ടർ ബോട്ടിൽ വെക്കാം. പിന്നെ ഈ സൈഡിൽ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് മാല വാച്ച് അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങൾ ഇവിടെ വെക്കാം. നമ്മതേ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അല്ല ഇത് ഇപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ കിടക്കണം, നേരെ ബാക്കിലോട്ടേക്ക് പിടിച്ചാൽ നേരെ അത് ബാക്കിലോട്ട് പോയി. പിന്നെ ഈ സ്വിച്ച് ഫ്രണ്ടിലോട്ടേക്ക് ആക്കി കഴിഞ്ഞപ്പോൾ അത് കണ്ടോ ഫോൾഡ് ആവണേ കണ്ട, അത് ഫോൾഡ് ആവും അതിനു വേണ്ടി. പിന്നെ ഇവിടെ അത്യാവശ്യം ഒരു വലിയ കുപ്പിയും പിന്നെ ഒരു ചെറിയ കുപ്പിയും വെക്കാവുന്ന സ്പേസ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഡോറിന്റെ അവിടെ തന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ ആൾക്കാരും എല്ലാം വാട്ടർമേല് അത്യാവശ്യം നല്ല കൺസേൺ ആണ്, എന്തോരം വെള്ളം കുടിക്കണം എന്തോരം വെള്ളം കൊണ്ടുപോകണം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇതാകും. അവിടെ TV ഓണായി കിടക്കണേണ്, ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട്. ഇപ്പൊ ഓണായി, ടയർ ഒരു സൈഡിലോട്ട് ചരിഞ്ഞിരിക്കുന്നതിന്റെ പേരിൽ മാത്രമാണ് നമ്മുടെ ആ ലൈറ്റ് ഓൺ ആയിക്കണ. വേണ്ട ആ സൈഡിലെ പ്രൊജക്ടർ ഓൺ ആയിക്കണത് അതാണ്. നമുക്കിതേ ഇനി ഇൻഡിക്കേറ്റേഴ്സ് വേണ്ട, ഈ സൈഡ് റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്ററും ORMലെയും ഇൻഡിക്കേറ്റേഴ്സ് കത്തി ORMൽ അത്യാവശ്യം ലൈറ്റ് ഉള്ളതിന്റെ പേരിലാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കാണാത്തത്. പിന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇതിലേയും കത്തി ORMലെയും കത്തി. നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എങ്ങാനും തിരിക്കുമ്പോൾ ലൈറ്റ് കോർണർ ലൈറ്റ് കാര്യങ്ങളില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ഇപ്പൊ തിരിക്കുമ്പോൾ കണ്ടോ വേണ്ട, ലെഫ്റ്റ് സൈഡ് തിരിച്ചപ്പോൾ ലെഫ്റ്റ് സൈഡ് പ്രൊജക്ടർ നമ്മുടെ ഓണായി. റൈറ്റ് സൈഡിലോട്ട് തിരിക്കുമ്പോൾ കണ്ടു വേണ്ട, ലെഫ്റ്റ് സൈഡ് ഓഫായി റൈറ്റ് സൈഡ് കത്തിയത്. അതൊക്കെ ഒരു ഫീച്ചർ. അതാണ് ഞാൻ പറഞ്ഞത്, തൃശ്ശൂർ പൂരത്തിന് എന്താണ് പടക്കം നിറച്ച് വെച്ചേക്കണ പോലെയാണ് ഈ വണ്ടിക്കകത്ത് സാധനങ്ങൾ നിറച്ച് വെച്ചേക്കണേ. ടാറ്റ നമ്മുടെ എന്താ ഒരു ബിഗ് ഐറ്റം